വേറെ ലെവൽ എന്താ പറയുക, ഗെറ്റപ്പ് ചേഞ്ച് തന്നെ വേറെ ലെവലാണ്. ഈ ഒരു വേറെ ലെവൽ ചാക്കോച്ചനെ കാണണമെങ്കിൽ ആ ചോക്ലേറ്റ് ലെവലിൽ നിന്നൊക്കെ മാറിയിട്ട് കാണണമെങ്കിൽ ഈ പടം കണ്ടാവും. വേറെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും സൂപ്പറാവുന്നുള്ളത്. വേറെ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ്. എല്ലാം കൊണ്ടും സൂപ്പർ മൂവി. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം, അതിഗംഭീരം. സ്റ്റോറി എടുത്തു പറയേണ്ട സ്റ്റോറി. ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ കോളേജ് എല്ലാം കണ്ടിരിക്കേണ്ട ഒരു സ്റ്റോറി. എല്ലാം കൊണ്ടും ഒട്ടും ഒന്നും മോശം പറയാനില്ലാത്ത നല്ല അതിഗംഭീര മൂവി. അഞ്ചാം പാദത്തിലൊക്കെ മാറിയിരിക്കണം, അത് വേറെ, അത് സൈക്കോ ലെവൽ. പക്ഷെ ഇത് ചാക്കോച്ചൻ്റെ ഒറ്റ പെർഫോമൻസ്, ഈ സ്റ്റോറിനെക്കാളും ടോപ്പ് നിൽക്കുന്ന ചാക്കോച്ചൻ്റെ പെർഫോമൻസ് മാത്രം. പ്രത്യേകിച്ച് ചാക്കോച്ചൻ്റെ ഗെറ്റപ്പ് ചേഞ്ച് വേറെ ലെവൽ, ഒന്നും പറയാനില്ല. ഈ ലെവലിലുള്ള ഒരു ചാക്കോച്ചൻ ഒരു സിനിമയിലും കണ്ടില്ല. അഞ്ചാം പാതിരയിലൊക്കെ ഒരു സാധാ ലെവലാണ്, പക്ഷെ ഇതിലതല്ല. ടോട്ടലി ഗെറ്റപ്പ് ചേഞ്ചാണ്. എല്ലാം കൊണ്ടും മറ്റുള്ള യൂത്തമാരെക്കാട്ടി ടോപ്പിൽ നിൽക്കുന്നൊരു പെർഫോമൻസാണ് എനിക്ക് കാണാൻ പറ്റിയത്. ടോട്ടലി മാറി. ചാക്കോച്ചൻ ആ ചോക്ലേറ്റ് മൂടൊക്കെ മാറ്റിയിട്ട് ഈ ലെവലിലേക്ക് കുറച്ചുകൂടി തുടർന്ന് പോട്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്രയും നല്ല സൂപ്പർ പെർഫോമൻസ്. ഈ പടമാണെങ്കിലും അതിൻ്റെ സ്റ്റോറി ആണെങ്കിലും എല്ലാം കൊണ്ടും ഒന്നും മോശം പറയാനില്ല, അടിപൊളിയാണ്. എല്ലാം കൊണ്ടും ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. വെട്ടിച്ചു കളി ചാക്കോച്ചൻ പടം. ചാക്കോച്ചൻ്റെ ഒരു പറഞ്ഞ പുള്ളിയുടെ ഒരു റെഫേർട്ടിൻ്റെ പടം കണ്ടാണ്. ബൊഗേൽവേക്കിലെ കണ്ട നമുക്കൊരു ചോക്ലേറ്റ് വീണ്ടും തോന്നിയായിരുന്നു പുള്ളിയുടെ. പക്ഷേ ഇതൊന്നുമല്ല, അസലൊരു പോലീസുകാരൻ എന്ന് വെച്ചാൽ പുള്ളിയുടെ ലെവലേ മാറിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മേക്കിങ്ങിൻ്റെ BGM, ജെയ്ക്സിന്റെ BGM കാരക്കിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓരോ സീനിനും പുള്ളി ഇടുപ്പനായിട്ടാണ് അതിന്റെ ഓരോ ചെയ്തിരിക്കുന്നത്. ഒരു ഇന്റർവ്യൂ വരെ പടം ഇടുപിടുപ്പനാണ്. ഇന്റർവ്യൂ ഒരു ശക്തം തോന്നിയാലും പക്ഷെ അത് ഫിനിഷിംഗ് അത് അടിപൊളിയായിട്ട് തീർത്തിട്ടുണ്ട്. ഇവിടെ അക്കിടിപ്പം പടം എന്ന് വെച്ചാൽ ഒരു കുഞ്ചാക്കോവും പടം. എല്ലാവരും മസ്റ്റായിട്ട് വന്ന് ഫാമിലിയായിട്ട് വന്ന് കാണേണ്ട പടമാണ്. അതൊന്നും ഒരിക്കലും മിസ് ചെയ്യരുത്. ഒരു ഫാമിലി പടം ഈ തൂക്കി കുഞ്ചാക്കോനെ ഈ വർഷം തൂക്കി ഉറപ്പാണ്. ഓട്ടോ അടിപൊളി. പടം ശരിക്കും പറഞ്ഞാൽ പടം ഞെട്ടിച്ചു. നമ്മൾ ട്രെയിലർ നമ്മൾ മുമ്പ് ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ ഈ കുഞ്ചാക്കോ ബോബൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും, പക്ഷേ ശക്തമായ ഒരു തിരക്കഥ, അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. അതുപോലെ തന്നെ കുഞ്ചാക്കോൻ്റെ ഒപ്പം തന്നെ കുഞ്ചാക്കോൻ്റെ അഭിനയം ഭയങ്കരമായിട്ട് മാറി. ഈ സിനിമയിൽ തന്നെ ഒരു സീനിൽ പറയുന്നുണ്ട്, പണ്ടത്തെ ചോക്ലേറ്റ് ഹീറോ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു റെഫറൻസ് തുടങ്ങിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ കഥാപാത്രത്തിൻ്റെ മാനറിസത്തിൻ്റെ അതിഗംഭീരമായ പെർഫോമൻസാണ്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് വിശാഖ് നായർ. ഈ മച്ചനെന്തും കൂടി സ്ക്രീൻ പ്രസൻസ് ഒരു രക്ഷയില്ല. ആ ശബ്ദം ഹീറോയ്ക്ക് ഒപ്പം നിൽക്കുന്ന വില്ലൻ വേഷം അതിഗംഭീരമായ പെർഫോമൻസ്. പിന്നെ ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരിപാടികളുള്ളത് എല്ലാവരും ഗ്രേ ആണ്. അതുപോലെ തന്നെ ട്വിസ്റ്റുകളൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ. പിന്നെ ജെയ്ക്സ് വിജയുടെ BGM അറിയാമല്ലോ, നമുക്ക് ആ തിയേറ്റർ എക്സ്പീരിയൻസ് വളരെ എന്താണ്, അല്ലെങ്കിൽ തന്നെ അഡ്രിനാലിൻ റഷിലുള്ള ഒരു പ്രഷർ കൂട്ടിയിടുന്ന രീതിയിലുള്ള ഗംഭീരമായ BGM ആണ്. മൊത്തത്തിൽ ശക്തമായ ഒരു പോലീസ് സ്റ്റോറി, അതുപോലെ തന്നെ ശക്തമായ ഒരു ഫാമിലി സ്റ്റോറി, രണ്ടിൻ്റെ മിക്സാണ്. രണ്ടും ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയ മൂവിയാണ് ഓഫീസർ ഉണ്ട്. ക്രൈം ത്രില്ലറാവും, അത്രയും പെർഫെക്റ്റാണ്. പടത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരു ലാഗ് അങ്ങനെയുള്ള ഒരു സംഭവമല്ല. കാണാൻ പടം തുടങ്ങും തോറും നമുക്ക് ആ ത്രില്ലടിച്ച് ലാസ്റ്റുള്ള ആ ഒരു ക്ലൈമാക്സ് സീനുണ്ടല്ലോ പൊന്നോ, അത് പറയാൻ പറ്റില്ല. നിങ്ങൾ തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച്. തിയേറ്ററിൽ വന്ന് കണ്ടാൽ മതി, എന്തായാലും കാണണം. ഇത് OTT വരാമെന്ന് വിചാരിച്ചിരിക്കേണ്ട, തിയേറ്ററിൽ മസ്റ്റ് വാച്ച്. പെർഫോമൻസ് കാണണമെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് കാണാം. ഓക്കെ, എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം. ഞങ്ങൾക്ക് എല്ലാവരും ഹാപ്പിയാണെന്ന് തോന്നുന്നു, അറിയില്ല. കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. വലിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാൻ പറ്റി, ഇത്ര നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി സന്തോഷം. ആദ്യമായിട്ടാണ് ഞാൻ കുറച്ച് നാളിന് ശേഷം പിന്നെ ഈ ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഓഫീസറാണ്. ഇത്രയും സന്തോഷമായിട്ട് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും മൂവി കാണണം.